ഹായ്, നമസ്കാരം. CSP പോർട്ടൽ വഴി ജർമ്മനി ഹൗസ് ബിൽഡ് വിസയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ആണ്. എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഗൂഗിൾ സെർച്ചിലേക്ക് പോവുക. ഗൂഗിൾ സെർച്ചിൽ പോയതിനു ശേഷം CSP പോർട്ടൽ ജർമ്മനി എന്ന് കൊടുക്കുക. ജർമ്മനി എന്ന് കൊടുത്തു കഴിയുമ്പോൾ digital.diplo.de ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതിൽ ആദ്യത്തെ വെബ്സൈറ്റ് കൊടുക്കുക. ഈ ഒരു കോൺസുലാർ സർവീസസ് പോർട്ടൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പാസ്പോർട്ട്, വിസ, അതുപോലെ തന്നെ ഫർദർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ വിസ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കാറ്റഗറിയിലാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റി കാർഡ്, ബ്ലൂ കാർഡ്, ഫാമിലി റിയൂണിയൻ, എംപ്ലോയ്മെന്റ്, സ്റ്റഡീസ്, മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ്, അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ്, ഹൗസ് ബിൽഡിംഗ്. ഇത്രയും 6 കാറ്റഗറിക്കാണ് നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി ഇപ്പൊ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു വിസ നാവിഗേറ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വിസ നാവിഗേറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് വിസയ്ക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻസിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു വിസ നാവിഗേറ്റർ എന്നുള്ളത്. ഈ ഒരു വിസ നാവിഗേറ്ററിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ 90 ദിവസത്തിൽ കൂടുതൽ സ്റ്റേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നാഷണാലിറ്റി ആണ് ചോദിക്കുന്നത്. 1, 2, 3 മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫസ്റ്റത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് EU സിറ്റിസൺസ്, അതുപോലെ തന്നെ ആ, ഈ സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ് തുടങ്ങിയ കൺട്രീസിലുള്ളവരെയാണ് ഓൾറെഡി ഇത് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് വരുന്നത് ഈ കൊടുത്തിട്ടുള്ള കൺട്രീസ്, ഓസ്ട്രേലിയ, ബ്രസീൽ തുടങ്ങിയ കൺട്രീസിൽ നിന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ടാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് വരുന്നത് ഐ എം എ സിറ്റിസൺ ഓഫ് തേർഡ് കൺട്രി, ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്തിനാണ് നമ്മൾ ജർമ്മനിക്ക് പോകുന്നത്? വൈ ഡു യു വാണ്ട് ടു എൻ്റർ ജർമ്മനി? ജർമ്മനിയിൽ എന്തിനാണ് എൻ്റർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ എന്തെങ്കിലും സെൽഫ് എംപ്ലോയ്മെന്റ് ആക്ടിവിറ്റീസിന് പോകുന്നതാണോ? വൊക്കേഷണൽ ട്രെയിനിങ്ങിന് പോകുന്നതാണോ? അതുപോലെ തന്നെ ജോബ് റിസർച്ചിന് പോകുന്നതാണോ? സ്റ്റഡീസിന് പോകുന്നതാണോ? യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന്, മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ് പഠിക്കാൻ പോകുന്നതാണോ? അതോ വേറെ ഏതെങ്കിലും എംപ്ലോയ്മെന്റിന് പോകുന്നതാണോ? എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മളിപ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ് ചൂസ് ചെയ്തു. വൊക്കേഷണൽ ട്രെയിനിങ് ചൂസ് ചെയ്ത സമയത്ത് ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു കാറ്റഗറി വിസയ്ക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. വിസ ഫോർ ബേസിക് ഓർ അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് ടു സീക്ക് എ വൊക്കേഷണൽ ട്രെയിനിങ് പ്ലേസ് എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് ഓൾറെഡി നമുക്ക് അവര് അതിന്റെ റിസൾട്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു കാറ്റഗറി അപ്ലൈ ചെയ്യാം. കാറ്റഗറി അപ്ലൈ ചെയ്യാനായിട്ട് ഇതാ വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് എന്നുള്ള കാറ്റഗറി ഞാൻ ചൂസ് ചെയ്തു. ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, രജിസ്ട്രേഷൻ ഓൺ ദ കോൺസുലർ സർവീസസ് പോർട്ടൽ ആൻഡ് അപ്ലൈ ഓൺലൈൻ ഫോർ യുവർ വിസ. രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മളിപ്പം നമ്മുടെ റെസിഡൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യ കൊടുക്കുക. ഇന്ത്യ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജർമ്മൻ മിഷൻ, നമ്മളെ കോൺസുലേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ളവർക്ക് കർണാടക, ബാംഗ്ലൂരാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്സ് ഓഫ് കർണാടക ആൻഡ് കേരള. അപ്പോൾ ബാംഗ്ലൂർ ചൂസ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ അമർത്തുക. ആ സമയത്ത് ഒരു കൺസെന്റ് ചോദിക്കുന്നുണ്ട്. ഈ ഒരു കൺസെന്റ് ടിക്ക് ചെയ്യുക. നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ കൺസെന്റ് ആണത്. കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. രജിസ്റ്റർ വിത്ത് യുവർ ഇമെയിൽ അഡ്രസ് ആൻഡ് ചൂസ് എ പാസ്വേഡ് എന്നുള്ളത് ഇതാ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇമെയിൽ ID ഒന്ന് കൊടുക്കാം. ഇമെയിൽ ID വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. പാസ്വേഡ് ചൂസ് ചെയ്യുക. പാസ്വേഡ് ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ലെറ്റർ ക്യാപിറ്റലും അതിനുശേഷമുള്ളത് സ്മോൾ ലെറ്ററും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും നമ്പേഴ്സും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ വളരെ എളുപ്പത്തിനായിട്ട് ജർമ്മനി @2025 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ഗ്രീൻ കളറിൽ വരും നമ്മൾ കൊടുത്തേക്കുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം വീണ്ടും പാസ്വേഡ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഒരു കൺസെന്റ് ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വി ഹാവ് സെൻഡ് ആൻ ഇമെയിൽ ഫോർ കൺഫർമേഷൻ. നമ്മുടെ ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ അവർ അയച്ചിട്ടുണ്ട്. നമ്മൾ അത് ചെക്ക് ചെയ്യണം. കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ ഇതിന്റെ പ്രോസസ്സിങ്, ഇൻഫോർമേഷൻസ് കറക്റ്റ് ആയിട്ട് സ്റ്റാറ്റസ് അറിയാനായിട്ട് സാധിക്കും. തുടങ്ങിയ കാര്യങ്ങളാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്സ് വരുന്നത്. നമ്മൾ ഇമെയിൽ ഐ ഡിയിലേക്ക് പോവുക. ഇമെയിൽ ഐ ഡിയിലേക്ക് പോകുമ്പോൾ എന്താ, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഒരു ലിങ്ക് 24 മണിക്കൂറാണ് വാലിഡേറ്റ് ആയിട്ടുള്ളൂ. സോ അതിനു മുന്നേ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൺഫേം ചെയ്യുക. ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൺഫേം ചെയ്ത് ഇത് കണ്ടോ, ഒന്നും കൂടി അവർ ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സക്സസ്ഫുള്ളി കൺഫേം ആയിട്ടുണ്ട്. ഇമെയിൽ അഡ്രസ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ സൈൻ ഇൻ ചെയ്യാനുള്ള പോർഷനിലോട്ടായിരിക്കും വരുന്നത്. ഇമെയിൽ ഐ ഡി ഒന്നുകൂടെ കൊടുക്കുക. ഇവിടെ പാസ്വേഡ് ചെക്ക് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു 2 ഫാക്ടർ ഓതന്റിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ആണ്. ഇതില് ഈ ഒരു ഇമെയിൽ കൊടുക്കേണ്ടത് നമ്മുടെ വേറൊരു ഇമെയിൽ ആണ് കൊടുക്കേണ്ടത്. ഈ ഇമെയിലിലേക്കായിരിക്കും നമ്മളുടെ പോർട്ടലിന്റെ OTP വരുന്നത്. സോ അപ്പോൾ നമ്മൾ വേറൊരു ഇമെയിൽ ഐ ഡി കൊടുക്കണം. ഇമെയിൽ ഐ ഡി ഒന്ന് കൊടുക്കാം. ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തു, വേറൊരു ഇമെയിൽ ഐ ഡി കൊടുത്തു. അതിനുശേഷം സെൻഡ് കൺഫർമേഷൻ കോഡ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു കൺഫർമേഷൻ കോഡ് അവർ അയക്കുന്നുണ്ടാവും. ആ ഒരു കോഡ് നമ്മൾ കൊടുക്കണം. കോഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു കോഡ് വന്നിട്ടുണ്ട്, 429176. 429176. ഈ ഒരു കോഡ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഹൗ ടു അപ്ലൈ ഫോർ യുവർ വിസ, അതിന്റെ ഒരു ഡെമോ അവർ കാണിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ടൂർ കൊടുക്കുക. ഫസ്റ്റ് നമ്മളുടെ ഡോക്യുമെന്റ്സ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക. രണ്ടാമത് നമ്മൾ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബയോമെട്രിക്സ്, നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക, ബയോമെട്രിക്സ് കൊടുക്കുക, വിസ ഫീസ് അടയ്ക്കുക. അതിനുശേഷം നമ്മളുടെ വിസ ഡിസിഷന് വേണ്ടി കാത്തിരിക്കുക. ഇതിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും റിവ്യൂസും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻട്രി ഫോം, നമ്മൾ ഈ ഓരോ ഫോം ഫില്ല് ചെയ്താൽ മാത്രമാണ് അടുത്ത ഓപ്ഷനിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇത് കറക്റ്റ് അല്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഫിൽ ഔട്ട് ദിസ് ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫിൽ ഔട്ട് ദിസ് ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇന്റർഫേസ് വരും. ഇതില് വൊക്കേഷണൽ ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അതിനുശേഷം നമ്മൾക്ക് കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് കോൺട്രാക്ട് കിട്ടുന്ന കമ്പനിയിൽ നിന്ന് കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നതാണോ, അത് സ്കൂൾ ബേസ്ഡ് ആണോ, അതുപോലെ തന്നെ ഈ ഒരു എഗ്രിമെന്റ് പാർട്ടിസിപ്പേഷന്റെ ആണോ, സ്കൂൾ ബേസ്ഡ് ആയിട്ടാണോ, എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് കമ്പനി കോൺട്രാക്ട് വൊക്കേഷണൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ക്വാളിഫൈഡ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. ഈ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ക്വാളിഫൈഡ് ആണോ, അത് യെസ് കൊടുക്കുക. ലാംഗ്വേജ് സ്കിൽസ് എംബസി പറയുന്നത് B1 ഫുൾ മൊഡ്യൂൾ അല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ വേണമെന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളത് കൊടുക്കുക. റിക്വയർഡ് ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജ് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങളുടെ സ്കൂളിന്റെയോ അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയറുടെയോ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇത് കണ്ടോ, ഇത് ഏതാന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്യുക. ലിവിങ് ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് വേണ്ട സെക്യൂർഡ് ആയിട്ടുള്ള സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതിൽ ഞാനിപ്പോൾ ഓൾറെഡി ട്രെയിനിങ് സാലറി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലീഗൽ ഏജ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് യെസ് കൊടുക്കുക. അത് യെസ് ചെയ്ത് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സോ അന്നേരം ഗോ ടു ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കൊടുക്കുക.
ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഓൾറെഡി സേവ് ആയിട്ടുണ്ട്. നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഇതാ ഇത്രയും പോർഷൻസ് വരുന്നുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മളുടെ കോൺടാക്ട് ഡേറ്റ, ഐഡന്റിഫിക്കേഷൻ പേർപ്പസ്, ട്രാവൽ ഡേറ്റ, റെഫറൻസ്, മീൻസ് ഓഫ് സപ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യത്തെ പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തു. പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗോ ടു ദ ഫോം സെക്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മൾ വിഡെക്സ് ഫോമിന്റെ പോർഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ മാനുവലി ചെയ്യുന്ന വിഡെക്സ് ഫോമിന്റെ സെയിം പോർഷൻ തന്നെയാണ് ഓൺലൈൻ ചെയ്യുന്നതെന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കുക. ഞാനിവിടെ ലാസ്റ്റ് നെയിം, ഈ റെഡ് വന്നത് ഇവിടെ സ്പേസ് വന്നതുകൊണ്ടാണ്. അത് ക്ലിയർ ആയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പ്ലേസ് ഓഫ് ബർത്ത്, നമ്മളുടെ പാസ്പോർട്ട് നോക്കിയിട്ട് വേണം കൃത്യമായിട്ട് ഫില്ല് ചെയ്യാനായിട്ട്. നമ്മളുടെ പ്ലേസ് ഓഫ് ബർത്ത് പ്ലസ് കേരള എന്നും കൂടി ഉണ്ടാവും, അതും കൂടെ ആഡ് ചെയ്യണം. കൺട്രി ഓഫ് ബർത്ത് ഇന്ത്യ ചൂസ് ചെയ്യുക. ഓൾറെഡി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഇന്ത്യ ചൂസ് ചെയ്താൽ മതി. ഇന്ത്യ ചൂസ് ചെയ്യുക. നിങ്ങളുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് കൊടുക്കുക. നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക. കൺട്രി ഓഫ് നാഷണാലിറ്റി വീണ്ടും ഇന്ത്യ കൊടുക്കുക. നിങ്ങളുടെ പാരന്റ്സിന്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഓൾറെഡി പാസ്പോർട്ടിലെ പാരന്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്തായിരിക്കും കൊടുത്തിട്ടുള്ളത്. സെയിം പേര് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഡെമോ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇന്ത്യ കൊടുക്കുക. നാഷണാലിറ്റി ഓഫ് ഫാദർ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഫാദറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, മദറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അങ്ങനെ ഒരു നോർമൽ ഇത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത്, ഫാദറിന്റെ പ്ലേസ് ഓഫ് ബർത്ത് കൊടുക്കുന്നത് കേരള എന്നൂടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്ലേസ് ഓഫ് റെസിഡൻസ്, നിങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലത്തിനാണ് ഉദ്ദേശിക്കുന്നത്, ചൂസ് ചെയ്യുക. മദറിന്റെ പേര് കൊടുക്കുക. അതുപോലെ തന്നെ ഫാമിലി നെയിം കൊടുക്കുക. നാഷണാലിറ്റി കൊടുക്കുക. മദറിന്റെ നാഷണാലിറ്റി കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പ്ലേസ് ഓഫ് ബർത്തും കൊടുക്കുക. പ്ലേസ് ഓഫ് റെസിഡൻസും കൊടുക്കുക. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഫാദറിന്റെയും മദറിന്റെയും പ്ലേസ് ഓഫ് റെസിഡൻസ് കൊടുക്കുമ്പോൾ സെയിം ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണല്ലോ താമസിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അതുപോലെ തന്നെ ഓക്കുപേഷൻ ലേൺഡ്, സാധാരണ വേറെ ഓക്കുപേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നോ ഓക്കുപേഷൻസ് കൊടുക്കുക. പഠിക്കാൻ പോകുന്നവർക്ക് വേറെ ജോബ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട്. വീണ്ടും ബാക്ക് ടു ഓവർവ്യൂ വരിക. ഓവർവ്യൂ വന്നതിന് ശേഷം ഇതിൽ ഒറ്റ പോർഷനാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനി 5 സെക്ഷനോട് ബാക്കിയുണ്ട്. രണ്ടാമത്തെ സെക്ഷൻ ഫില്ല് ചെയ്യുക. കോണ്ടാക്ട് ഡേറ്റയാണ്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്ട്രീറ്റ്, ഹൗസ് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക. ഹൗസ് നമ്പർ, നമ്മുടെ പാസ്പോർട്ടിൽ ഹൗസ് നമ്പർ ഉണ്ടാവില്ല. ഹൗസ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 00 ആഡ് ചെയ്യുക. അതർ ഇൻഫർമേഷനിൽ കൊടുക്കുക. നിങ്ങളുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക. ഈ ടൗൺ സിറ്റി എന്നുള്ളിടത്ത് നമ്മുടെ ഡിസ്ട്രിക്ട് ആണ് വരുന്നത്. സോ ഡിസ്ട്രിക്ട് ഫില്ല് ചെയ്യുക. കൺട്രി ഇന്ത്യ ആണ് വരുന്നത്, ഇന്ത്യ കൊടുക്കുക. ടെലിഫോൺ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക 0091. അതിനുശേഷം ഫോൺ നമ്പർ ആഡ് ചെയ്യുക. ഇമെയിൽ ID ആഡ് ചെയ്യുക.
ഈ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും നമ്മൾ തെറ്റിപ്പോരുത്. നമ്മളുടെ ഒരു കൈ തെറ്റി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കുത്തോ കോമയോ ഒക്കെ മാറിപ്പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എംബസിയിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. So അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സേവ് ചെയ്യുക. വീണ്ടും ബാക്ക് ടു ഓവർവ്യൂ വരിക. രണ്ട് ഫീൽഡ്സ് നമ്മളിപ്പോൾ ഓൾറെഡി ഫില്ല് ചെയ്തു. അടുത്ത മൂന്നാമത്തെ ഫീൽഡ് ഐഡന്റിഫിക്കേഷൻ പേർപ്പസ്. ഈ ഒരു പോർഷൻ വളരെ ശ്രദ്ധാപൂർവ്വം ഫില്ല് ചെയ്യണം. നമ്മളുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓർഡിനറി പാസ്പോർട്ട് ആണ് വരുന്നത്. നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. ഇപ്പം നമ്മളുടെ ഒരു ലെറ്റർ ഉണ്ടാവും, ABC അങ്ങനെ ഒരു ലെറ്റർ ഉണ്ട്. ലെറ്റർ പ്ലസ് ബാക്കി നമ്പേഴ്സ് ആണ് വരുന്നത്. ആ നമ്പേഴ്സ് കൊടുക്കുക. ഡേറ്റ് ഓഫ് ഇഷ്യൂ, പാസ്പോർട്ട് എന്നാണ് ഇഷ്യൂ ചെയ്തത്, നമ്മുടെ പാസ്പോർട്ടിൽ നോക്കി അറിയാൻ പറ്റും. അത് കൃത്യമായിട്ട് കൊടുക്കുക. ഇഷ്യൂയിങ് സ്റ്റേറ്റ് വരുന്നത് ഇന്ത്യ ആണ് വരുന്നത്. ഇവിടെ എപ്പോഴും ഓൾമോസ്റ്റ് ഇന്ത്യ ആണ് വരുന്നത്. പാസ്പോർട്ടിന്റെ വാലിഡിറ്റി കൊടുക്കുക. ഇഷ്യൂഡ് ബൈ RPO ആണ് വരുന്നത്. വേറെ ഒന്നുമല്ല, റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ എന്നുള്ളതിന്റെ ആണ് RPO വരുന്നത്. അവിടെ RPO എന്നുള്ളത് കൊടുക്കുക. ഇഷ്യൂഡ് പ്ലേസ് എവിടെയാണോ സാധാരണ വരുന്ന കൊച്ചിൻ, കാലിക്കട്ട് അങ്ങനെയാണ് വരുന്നത്. ഏത് പ്ലേസിലാണോ നിങ്ങൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യാം. വീണ്ടും ബാക്ക് ടു ഓവർവ്യൂ വരിക. അപ്പൊ 3 പോർഷൻ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി 4ാമത്തെ പോർഷൻ ഫില്ല് ചെയ്യാനുള്ളത് നമ്മുടെ ട്രാവൽ ഡേറ്റ ആണ്. യെസ്, എന്ത് പർപ്പസിനാണ് പോകുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതില് എംപ്ലോയ്മെന്റ് പർപ്പസ്, ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് പർപ്പസ് കൊടുക്കുക, ഹൗസ് ബിൽഡിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് 12 മാസത്തിൽ കൂടുതൽ സ്റ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ടിക്ക് ചെയ്യുക. അതിനുശേഷം എന്ന് വരെയാണെന്നുള്ളത് കൊടുക്കുക. ഈ ഒരു ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ 3 വർഷത്തേക്കാണ് നിങ്ങളുടെ കോൺട്രാക്ട് ഓൾറെഡി ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യുന്നവർ വരുന്നത്. അതുപോലെ തന്നെ റെസിഡൻസ് കാർഡ് 3 വർഷത്തേക്കാണ് വരുന്നത്. സോ 3 വർഷത്തേക്കായിട്ട് കൊടുക്കുക. 8 വരെയാണ് വരുന്നത്. ആ ഒരു ഡേറ്റ് കൊടുത്തു. അതിനുശേഷം സേവ് ചെയ്യുക. ബാക്ക് ടു ഓവർവ്യൂ വരിക. ഇപ്പൊ 4 പോർഷൻ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി 5ാമത്തെ പോർഷൻ ആണ് റെഫറൻസ് എന്നുള്ളത്. ക്ലിക്ക് ചെയ്യുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ സ്റ്റാർ ഇട്ടിട്ടുള്ള മാൻഡേറ്ററി ഭാഗങ്ങൾ മാത്രം നമ്മൾ ഫില്ല് ചെയ്താൽ മതി. റെഫറൻസ് പേഴ്സൺ അല്ല വരുന്നത്. എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് കമ്പനി അല്ല ഓർഗനൈസേഷൻ ആണ് വരുന്നത്. ഇതിൽ നമ്മളുടെ കമ്പനിയുടെ പേര് കൊടുക്കുക. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി നമ്മുടെ കോൺട്രാക്റ്റിൽ ഉണ്ടാവും. സെയിം കോൺട്രാക്റ്റിലുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് ഇത് കൊടുക്കേണ്ടത്. ഇത് മാറിപ്പോകാൻ പാടില്ല. അതിനുശേഷമുള്ളത് ഈ ഓർഗനൈസേഷൻ, പ്ലേസ്, ബിസിനസ് ടൗൺ, ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർ ഇട്ടിട്ടുള്ള മാൻഡേറ്ററി ഭാഗങ്ങൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇതിൽ കോൺടാക്ട് പേഴ്സന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് നമ്മുടെ കോൺട്രാക്റ്റിൽ ഓൾറെഡി ഉണ്ടാവും. അപ്പം അത് കൊടുക്കുക. കോൺടാക്ട് പേഴ്സന്റെ പേര്. അതിനുശേഷം സ്ട്രീറ്റ് ആണ് വരുന്നത്. സ്ട്രീറ്റ് നമ്മുടെ കോൺട്രാക്റ്റിലുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നോക്കി എഴുതുക. അതുപോലെ തന്നെ ഹൗസ് നമ്പർ, പോസ്റ്റൽ കോഡ്, സിറ്റി കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൺട്രി ഓൾവേസ് ജർമ്മനി. ഇത് മാറിപ്പോകാൻ പാടില്ല. ജർമ്മനി എന്നുള്ളത് മാറിപ്പോകാൻ പാടില്ല. ജർമ്മനി കൊടുക്കുക. ഫോൺ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 49 ആഡ് ചെയ്യണം. 49 ജർമ്മനി കൺട്രി കോഡാണ്. ഇമെയിൽ ID കൊടുക്കുക. ഇതൊക്കെ നമ്മളുടെ കോൺട്രാക്ട് നോക്കി വേണം ഫില്ല് ചെയ്യാനായിട്ട്. ഇതിൽ മിസ്റ്റേക്സ് പാടില്ല കേട്ടോ. സേവ് ചെയ്യുക.
സേവ് ചെയ്തതിനു ശേഷം ബാക്ക് ടു ഓവർവ്യൂ വരിക. ലാസ്റ്റത്തെ ഇനി അവസാനത്തെ പോർഷൻ നമുക്ക് ഫില്ല് ചെയ്യാം. മീൻസ് ഓഫ് സപ്പോർട്ട്. ഈ ഒരു ഫോം സെക്ഷനിലേക്ക് പോവുക. ഇതിൽ വരുന്നത് സാലറി ആണ് വരുന്നത്. സാലറി കൊടുക്കുക. ഡിക്ലറേഷൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേ ചെയ്യുന്നത്, നമ്മൾ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ആണ് ഈ ചോദിച്ചിട്ടുള്ളത്, അത് കൊടുക്കുക. ടൗൺ സിറ്റി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അക്കോമഡേഷൻ എങ്ങനെയുള്ളതാണ്, കളക്റ്റീവ് അക്കോമഡേഷൻ ആണോ, സിംഗിൾ റൂം ആണോ, അപ്പാർട്ട്മെന്റ് ആണോ, എങ്ങനെയാണ്, അത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ചുകൂടി താഴത്തോട്ട് വരുമ്പോൾ ഡു യു ഹാവ് ഹെൽത്ത് ഇൻഷുറൻസ്, ഇത് മാൻഡേറ്ററി ആയിട്ട് ടിക്ക് ചെയ്യേണ്ട ഒരു കോളമാണ്, അത് ടിക്ക് ചെയ്യുക. ബാക്കിയുള്ളതൊന്നും ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ക്രിമിനൽ കേസുകൾ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഇപ്പം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. കണ്ടോ, ആപ്ലിക്കേഷൻ വിഡെക്സ് ഫോം അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ഡോക്യുമെന്റ്സിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഡോക്യുമെന്റ്സിലേക്ക് പോവുക. ഡോക്യുമെന്റ്സിലേക്ക് പോകുമ്പോൾ 7 ഡോക്യുമെന്റ്സ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വളരെ ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലാത്തതും അതുപോലെ തന്നെ കൃത്യമായിട്ട് അവർക്ക് വായിക്കാൻ പറ്റാത്തതുമായ ഡോക്യുമെന്റ്സ് റിവ്യൂ ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെയുള്ളതൊക്കെ അവർ റിജക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഫോർമാറ്റ് PDF ഫോർമാറ്റിലോ JPG ഫോർമാറ്റിലോ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10 MB താഴെ ആയിരിക്കണം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. പാസ്പോർട്ട്, നിങ്ങളുടെ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി മിനിമം 6 മാസമെങ്കിലും ഉള്ളതായിരിക്കണം. 2 വിസ പേജ് എങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ളതായിരിക്കണം. പാസ്പോർട്ട് ഡാമേജ് ആയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡാമേജ് ഉള്ള പാസ്പോർട്ട് വെച്ച് അപ്ലൈ ചെയ്യാതിരിക്കുക. പാസ്പോർട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ട് പുതിയ പാസ്പോർട്ട് വെച്ച് അപ്ലൈ ചെയ്യുക. രണ്ടാമത്തത് പ്രൂഫ് ഓഫ് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ആണ്. എംബസിയുടെ കോൺസുലേറ്റിന്റെ റൂൾ പ്രകാരം B1 ഫുൾ മൊഡ്യൂൾ അല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ വേണമെന്നാണ് പറയുന്നത്. നമുക്ക് ഇതിന്റെ റെഫറൻസിനായിട്ട് ജർമ്മൻ കോൺസുലേറ്റിന്റെ ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റിലേക്ക് പോവാം. വെബ്സൈറ്റിലേക്ക് പോയതിനു ശേഷം india.diplo.de എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിനുശേഷം വിസ സർവീസസ് കൊടുക്കുക. നാഷണൽ വിസ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചെക്ക് ലിസ്റ്റിൽ എംപ്ലോയ്മെന്റ് ആൻഡ് റിസർച്ച്, വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ പോകുന്നവർക്ക് വേണ്ട ഡീറ്റെയിൽസ് ഈ ഓൾറെഡി ചെക്ക് ലിസ്റ്റിൽ പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന ലാംഗ്വേജ് പ്രൊഫഷൻസിയുടെ കാര്യം പറയുന്നത് നോളജ് ഓഫ് ജർമ്മൻ ലാംഗ്വേജ്. ശരിക്കും പറഞ്ഞാൽ നോർമൽ ജോബിന് പോകുന്നവർക്ക് A2 മതി. പക്ഷേ മെഡിക്കൽ പ്രൊഫഷണൽസിലും അറ്റ്ലീസ്റ്റ് B1 ലെവലെങ്കിലും വേണം. നിങ്ങൾക്ക് ഗോയിത്തെ, OST, ടെലിക്ക് ഏത് വേണമെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏത് ലാംഗ്വേജ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫുൾ മൊഡ്യൂൾസ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വിസ റിജക്ഷനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം ധാരാളം വിസകൾ എംബസി റിജക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1 ഇയറിനുള്ളിൽ വാലിഡിറ്റി ഉള്ളതായിരിക്കണം. വാലിഡിറ്റി 1 ഇയറിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ സൈഡിൽ നിന്നുള്ള ലെറ്റർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷമുള്ളത് ഈ ഡിക്ലറേഷൻ ഓൺ ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ ഫോർ സ്കിൽഡ് വർക്കേഴ്സ്. സ്കിൽഡ് വർക്കേഴ്സിന്റെ ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ അവൈലബിൾ അല്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ ഫോം ആണ്. അത് നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് സൈൻ ചെയ്തിട്ട് കൊടുക്കേണ്ടതാണ്. ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സാധാരണയായിട്ട് വരുന്ന നോ പ്രൊസീജിയർ ഓർ പ്രൊഡ്യൂസ് ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3ാമത്തെ ടിക്ക് ചെയ്യുക. നിങ്ങളുടെ പ്ലേസ്, ഡേറ്റ് കൊടുക്കുക, സൈൻ ചെയ്യുക. സൈൻ ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം വരുന്നത് നിങ്ങളുടെ കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്ട് കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്യുക. ഈ ഒരു കോൺട്രാക്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമ്പനിയുടെ സീല്, സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ സൈന്, അതുപോലെ തന്നെ എംപ്ലോയർ സൈന്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതിൽ പറയുന്നുണ്ട് ദ ട്രെയിനിങ് കോൺട്രാക്ട് മസ്റ്റ് ബി സൈൻഡ്. കണ്ടോ, ജർമ്മൻ ട്രെയിനിങ് ഫാക്കൽറ്റി
അതുപോലെ തന്നെ നമ്മളും സൈൻ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോൺട്രാക്റ്റിൽ വർക്കിംഗ് അവേഴ്സ്, പ്ലേസ് ഓഫ് വർക്ക്, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റൻഷൻ ടു അറ്റൻഡ് ട്രെയിനിങ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ ആണ്. മോട്ടിവേഷൻ ലെറ്റർ നമ്മൾ തയ്യാറാക്കുമ്പോഴും ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒബ്റ്റെയിൻ ക്വാളിഫിക്കേഷൻ ഇൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓക്കുപേഷൻ ഇൻ ഫീൽഡ് ആൻഡ് കരിയർ പ്രോസ്പെക്ട് ദാറ്റ് യു ആർ പേഴ്സിംഗ് വിത്ത് ദിസ് ട്രെയിനിങ് പ്രോഗ്രാം. നമ്മളുടെ ഫ്യൂച്ചർ ഗോൾസ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കരിയർ ചൂസ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ എഴുതണം. ഇത് ലെറ്റർ മസ്റ്റ് ബി റിട്ടൺ ഇൻ എയ്തർ ഇംഗ്ലീഷ് ഓർ ജർമ്മൻ എന്നാണ് പറയുന്നത്. പക്ഷെ ജർമ്മൻ ലാംഗ്വേജിലാണ് നമ്മൾ എപ്പോഴും തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ മോട്ടിവേഷൻ ലെറ്റർ തയ്യാറാക്കി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ സിഗ്നേച്ചർ ഇടാനായിട്ട് പ്രത്യേകം മറന്നു പോകരുത്. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് സ്കൂൾ അറ്റൻഡൻസ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ +2 10th സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടാണ്. അതിനുശേഷം വരുന്നത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൂഫാണ്. ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൂഫാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്നത് അപ്ലോഡ് ഫയൽ കൊടുക്കുക. ഫയൽ കൊടുത്തതിന് ശേഷം ഞാൻ ഓൾറെഡി ഒരു മോഡൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പാസ്പോർട്ട് അപ്ലോഡ് ചെയ്തു. ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി. പിന്നെ നമുക്കൊന്നും യെസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു പോർട്ടലിന്റെ സവിശേഷത. ലോക്ക് ആയിട്ടുണ്ട് ഓൾറെഡി. അതിനുശേഷം ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസിന്റെ ആണ്, ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആണ്. ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ പേരുകൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ പേരുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിയായിട്ടിരിക്കും. ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസിന്റെ ജർമ്മൻ ലാംഗ്വേജ് അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഡിക്ലറേഷൻ ഫോം ആണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. സെക്കൻഡ് അപ്ലോഡ് ചെയ്യാം. ട്രെയിനിങ് കോൺട്രാക്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഉള്ളത് മോട്ടിവേഷൻ ലെറ്റർ ആണ്. നോക്കാം. നമുക്ക് മോട്ടിവേഷൻ ലെറ്റർ അപ്ലോഡ് ചെയ്യാം. മോട്ടിവേഷൻ ലെറ്റർ ചെയ്തു. അതിനുശേഷം +2 10th സർട്ടിഫിക്കറ്റ്സ് ആണ്. +2 10th ചെയ്തു. അതിനുശേഷം ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം പെൻഡിങ് നിൽക്കുന്നുണ്ട്. ഡിക്ലറേഷന്റെ ആണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം. സെക്കൻഡ് ഈ ഒരു ഡിക്ലറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് സൈൻ ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. പ്ലേസ് ഡേറ്റ് സിഗ്നേച്ചർ ചെയ്യുക.
അതിനുശേഷം അതും കൂടെ അപ്ലോഡ് ചെയ്യുക. ഇതിപ്പം ഡെമോ ആയതുകൊണ്ട് സൈൻ ചെയ്യുന്നില്ല. നിങ്ങൾ സൈൻ ചെയ്യണം. സൈൻ ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. ഓക്കെ. അതിനുശേഷം നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഡോക്യുമെന്റ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രീ അപ്രൂവൽ ലെറ്റർ അപ്ലോഡ് ചെയ്യാം. ആർബിട്രറി ഫെഡറാഗിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ ലെറ്റർ ചെയ്യാം. അതുപോലെ തന്നെ അതർ ഡോക്യുമെന്റ്സിൽ പ്ലസ് CV, ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് മൊഡ്യൂൾസ് കുറവാണ്, 1 ഇയറിൽ കൂടുതൽ നിങ്ങളുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ആയിട്ടുണ്ട്, അതിനെ എംപ്ലോയർ ലെറ്റർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം, ബാക്കിയുള്ള അതർ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഈ അതർ ഡോക്യുമെന്റ്സിൽ ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് അതർ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇതാ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമ്മൾ ചെയ്ത ഡീറ്റെയിൽസ്. ഇതാ നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഞാനത് ബ്ലർ ചെയ്തേക്കുന്നതാണ്, വേറെ സ്റ്റുഡന്റിനെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇതാക്കിയിട്ടുണ്ട്. നമുക്കത് ഇതാക്കാം. നമ്മുടെ ഡിക്ലറേഷൻ കൊടുത്തൊരു സൈൻ ഉണ്ടോ എന്ന് നോക്കുക. ഞാനിത് ഇപ്പൊ സൈൻ ചെയ്തിട്ടില്ല. സൈൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കോൺട്രാക്ട്, മോട്ടിവേഷൻ ലെറ്റർ, 10th +2, ഇതെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചില സമയത്ത് ഈ വെബ്സൈറ്റിന്റെ പ്രശ്നം കൊണ്ട് ചിലപ്പം അപ്ലോഡ് ആവാതെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. കൃത്യമായിട്ട് നോക്കുക. ഹെൽത്ത് ഇൻഷുറൻസ്, കൃത്യമായിട്ടുണ്ടോ നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ അതർ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ അപ്ലോഡ് ചെയ്യുക. ഇതാ ഇത് കൊടുത്തു കഴിയുമ്പോൾ ജർമ്മൻ മെഷീൻ ഈസ് കറന്റ് വെരി ബിസി, അപ്രോക്സിമേറ്റ് ടൈം പറയുന്നത് 2 to 6 months ആണ് പറയുന്നത്. സോ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് നമ്മൾ ജോയിൻ ദ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ആഡ് ആകുന്നതാണ്. നമ്മളിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, നമ്മൾ സക്സസ്ഫുള്ളി വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി അവർ റിവ്യൂ ചെയ്തതിന് ശേഷം, റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് മാറിയിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. റിവ്യൂ അവർ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരോട്. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. സോ ജർമ്മനിക്ക് ഹൗസ് ബിൽഡിംഗ് വിസയ്ക്ക് CSP പോർട്ടൽ വഴി നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ സഹായം ആവശ്യമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.